ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരകയറാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുകയാണെന്നും യഥാർത്ഥത്തിൽ ഇറാന്റെ ഈ കെണിയിൽ എങ്ങനെയാണ് ട്രംപ് അകപ്പെട്ടത് എന്ന കാര്യവും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവ് തന്നെ വിശദീകരിക്കുകയാണ്. ആരെങ്കിലും ഒരു നിരീക്ഷണം നടത്തുകയല്ല, അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത വൃത്തങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ദി അറ്റ്ലാന്റിക് പത്രമാണ് അമേരിക്കൻ ഉപദേഷ്ടാവിനെ തൊട്ട് ഈ കാര്യം ഉദ്ധരിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ദി അറ്റ്ലാന്റിക് പത്രത്തിൽ പറയുന്നു, ട്രംപ് ഈസ് ബോറഡ് വിത്ത് ദി വാർ ഹി സ്റ്റാർട്ടഡ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മടുപ്പ് വന്നിരിക്കുകയാണ്. ഹി വാണ്ട്സ് ഔട്ട്. അദ്ദേഹം അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇറാൻ കുഡ് ലൈക്ലി കീപ് ഗോയിങ് ഫോർ മന്ത്സ്. പക്ഷെ ഇറാൻ ആണെങ്കിൽ ഇത് മാസങ്ങൾ തുടരും, എന്നാൽ ഇറാൻ ആവട്ടെ ഇത് മാസങ്ങൾ തുടർന്നു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതിലൂടെ ട്രംപിനെ പാഠം പഠിപ്പിക്കാൻ കഴിയും. ഇനി നെതന്യാഹുവിന്റെ വാക്ക് കേട്ട് ഇറാനിലേക്ക് കയറി വരരുത് എന്ന വ്യക്തമായൊരു പാഠം അമേരിക്കക്ക് നൽകേണ്ടതുണ്ട് എന്നതാണ് ഇറാന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഈ പത്രം തന്നെ സൂചിപ്പിക്കുന്നത് കാണാം എങ്ങനെയാണ് ട്രംപ് ഇതിൽ അകപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈസ് ബോറഡ് വിത്ത് ദി ഇറാൻ വാർ. ഇറാനുമായിട്ടുള്ള യുദ്ധം അദ്ദേഹത്തിന് മടുത്തിരിക്കുകയാണ്. One advisor told the Atlantic in a report published on ഫ്രൈഡേ പുറത്തുവിട്ട ദി അറ്റ്ലാന്റിക് പത്രത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ട്രംപ് നെവർ തോട്ട് ഇറ്റ് വുഡ് ടേൺ ഔട്ട് ലൈക്ക് ദിസ്. പക്ഷെ ഒരിക്കലും ട്രംപ് ഇങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കെണിയിൽ അകപ്പെടാനുണ്ടായ കാരണം. ഈ ഒരു അമിത പ്രതീക്ഷയായിരുന്നു. ആഫ്റ്റർ ദി ഇംപ്രസീവ് മിലിറ്ററി ഓപ്പറേഷൻ ടു സ്നാച്ച് നിക്കോളാസ് മഡ്രോ ഫ്രം കാരക്കാസ്, വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെ പിടികൂടി അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയ ഈ ഒരു ഓപ്പറേഷൻ, ഈ ഒരു അമേരിക്കൻ മിലിറ്ററി ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ദി പ്രസിഡന്റ് സെറ്റ് ഹിസ് ഐസ് ഓൺ ഇറാൻ. പിന്നീട് അദ്ദേഹത്തിന്റെ ട്രംപിന്റെ കണ്ണുകളെല്ലാം ഇറാനിലായിരുന്നു. ടെല്ലിംഗ് കോൺഫറൻസ് ദാറ്റ് ഇറ്റ് വുഡ് ബി ആൻ അതർ വെനിസ്വേല. ഇറാൻ നമുക്ക് മറ്റൊരു വെനിസ്വേല ആക്കാൻ സാധിക്കുമെന്ന അദ്ദേഹത്തിന്റെ അമിത വിശ്വാസമായിരുന്നു ട്രംപിനെ ഈ കെണിയിൽ അകപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ജോൺ കെറിയും അതുപോലെ തന്നെ ഒബാമയും തുടങ്ങിയിട്ടുള്ള അമേരിക്കയുടെ ഭരണകേന്ദ്രങ്ങളിൽ ഇരുന്ന മുൻകാല നേതൃത്വം എല്ലാം പറഞ്ഞത്, ഞങ്ങളെയെല്ലാം നെതന്യാഹു ഈ പടുകുഴിയിലേക്ക് ചാടിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിയും കഥയും ഉള്ളത് കൊണ്ട് ഇറാനുമായിട്ടൊരു യുദ്ധം നടത്തിയാൽ അതിൽ നിന്ന് കരകയറാൻ കഴിയില്ല എന്ന സാമാന്യ ബോധം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആരും നെതന്യാഹുവിന്റെ കെണിയിൽപ്പെട്ടില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പരമാവധി അവരുടെ ശക്തി ഉപയോഗിച്ച് ഇറാനെ തകർത്ത് കിട്ടണം. പക്ഷെ അമേരിക്കയുടെ കാര്യം പരിഗണിക്കേണ്ടതുണ്ടല്ലോ. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു ചാടിയതാണ് ഡൊണാൾഡ് ട്രംപ്. മാത്രമല്ല അദ്ദേഹത്തിന് അമിതമായ കോൺഫിഡൻസ് ലഭിച്ചത് വെനിസ്വേലയിൽ നിന്ന് മഡ്രോയെ തട്ടിക്കൊണ്ടുപോയതാണ്. ഇതുപോലെ ഇറാനിലും സംഭവിക്കും. ഇറാനിലെ ഭരണമാറ്റം നടക്കും. കേവലം 3 weeks ഓൺലി, 3 ആഴ്ച കൊണ്ട് കാര്യം തീർത്ത് തിരിച്ചു പോരാം എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി. ഇതാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് കുടുങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇറാൻ ആവട്ടെ അങ്ങനെ പെട്ടെന്ന് ട്രംപിനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ അമേരിക്ക സാമ്പത്തികമായി ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ വിദഗ്ധരെല്ലാം പറയുന്നത് ഈ ഉപരോധങ്ങളെ മാസങ്ങളോളം മറികടക്കാൻ, പ്രശ്നങ്ങളില്ലാതെ മറികടക്കാൻ ഇറാന് സാധിക്കുമെന്നാണ്. പക്ഷെ അമേരിക്കക്ക് അത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോഴും വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന തടസ്സങ്ങൾ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ കാരണം അമേരിക്കയിൽ ഇപ്പോൾ ഇന്ധന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ധന വില വർദ്ധിക്കുമ്പോൾ എല്ലാത്തിനും വില വർധനവുണ്ടാവും. ഈ വർധനവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കും. വലിയ വിപ്ലവങ്ങളിലേക്ക് അത് കാര്യങ്ങൾ എത്തിക്കും. അമേരിക്കയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകാൻ കാരണമാകും. രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി ഉണ്ടാകും. മാത്രമല്ല ഒരുപാട് എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണ് ഈ യുദ്ധത്തിന് നെതന്യാഹുവിന്റെ വാക്കുകൾ കേട്ട് ട്രംപ് മുന്നോട്ട് പോയത്. എന്നാൽ ഇതിന്റെ എല്ലാം തിരിച്ചടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ അതെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ഇറാനിലാവുകയില്ല, അത് അമേരിക്കയിൽ തന്നെ ആയിരിക്കും. ഇതാണ് ട്രംപിനെ ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നത്.